നമസ്കാരം. ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്. അത് നമ്മൾ പ്രധാനമായിട്ടും ഡിഫക്റ്റുകളെ, ക്രിസ്റ്റൽസിൽ സംഭവിക്കുന്ന ഡിഫക്റ്റുകളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അറ്റോമിക് ഇംപെർഫെക്ഷൻസ് ആൻഡ് ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻസ്. അല്ലെ, ഇലക്ട്രോണിക് ഇംപെർഫെക്ഷൻ പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അറ്റോമിക് ഇംപെർഫെക്ഷനിലേക്ക് നമ്മൾ കയറി ചെന്നു. അതില് പ്രധാനമായിട്ടും പറഞ്ഞതാണ് പോയിന്റ് ഡിഫക്ട്സ്. അല്ലെ, which may be caused by either the displacement of particles from the lattice site to interstitial site or by the missing of particles from the lattice site. അപ്പൊ അതിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്. ഓക്കെ, അതില് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് എന്താണ് എന്നും അതിന്റെ വകഭേദങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചു. അല്ലെ, സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാല്, സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല് എന്താണ്? അതിന്റെ മോളിക്കുലാർ ഫോർമുലയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് ആറ്റങ്ങൾ ഏത് റേഷ്യോയിലാണോ ഉള്ളത് അതേ റേഷ്യോയിലായിരിക്കും എവിടെ ഉണ്ടാവുന്നത്? ക്രിസ്റ്റലിലും ഉള്ളത്. അല്ലെ, ആ സ്റ്റോക്കിയോമെട്രിയെ യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യാതെ അവിടെ സംഭവിക്കുന്ന ഡിഫക്റ്റുകളെ പറഞ്ഞ പേരാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. അല്ലെ, ആ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പും സംഭവിക്കുന്നതിന് ശേഷവും മോളിക്യൂളിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അതിലെ പാർട്ടിക്കിൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഡിഫക്റ്റിന് ശേഷവും പാർട്ടിക്കിൾസിന്റെ റേഷ്യോ, നമ്പറുകളുടെ റേഷ്യോ. അടുത്തത്, അപ്പൊ അതിൽ നമ്മൾ ഷോർട്ട്കി ആൻഡ് ഫ്രങ്കൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി അതിന് രണ്ടാമത്തത് ഏത്? പോയിന്റ് ഡിഫക്റ്റിൽ രണ്ടാമത്തത് കേൾക്കണേ. രണ്ടാമത്തത് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. അപ്പൊ ഇത് പറയണമെങ്കിൽ എന്താണ് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് അറിയണം. എന്തെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല AB. അതാണ് AB, മോളിക്കുലാർ ഫോർമുല AB എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു അയോണിക് കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക, A+B-. ഓരോ കാറ്റയോണിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ക്രിസ്റ്റലിൽ ഒരു ആനോൺ ഉണ്ടാവണം. ഒരു A+ന് ഒരു B- ഉണ്ടാവണം. അപ്പോൾ 1000 A+ ഉണ്ടെങ്കിൽ 1000 B- ഉണ്ടാവണം. ഓക്കെ, ദാറ്റ് മീൻസ് മോളിക്കുലാർ ഫോർമുല പറയുന്ന ഇതാണ്: നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് A+ ആൻഡ് B- in the crystal must be in the ratio 1:1. ഓക്കെ, അതേ സമയം ക്രിസ്റ്റലിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നോക്കുകയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ ഉണ്ടാവൂല. ഓക്കെ, ചിലപ്പോൾ അതിങ്ങനെയാവാം. കേൾക്കണേ, A+, അതായത് A.95B എന്ന് പറഞ്ഞാൽ എന്താ? 1:1 റേഷ്യോ അല്ല, 0.95:1. അതായത് ഓരോ 100 B- എടുക്കുമ്പോൾ ഓരോ 100 B- 95 A+ മാത്രമേ ക്രിസ്റ്റൽ ഉണ്ടാവുള്ളൂ. 5 എണ്ണം മിസ്സിംഗ് ആണ്, 5 എണ്ണത്തിനെ കാണുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാവാം, AB98.98. അതായത് ഓരോ 100 A+ എടുക്കുമ്പോഴും 98 B- മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ക്രിസ്റ്റലിൽ മോളിക്കുലാർ ഫോർമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ ആയിരിക്കില്ല കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ FeO എന്ന് എഴുതുന്നില്ലേ? FeO എന്ന് പറഞ്ഞാൽ ഫെറിക് ഓക്സൈഡ് അല്ലെ? അല്ല, ഫെറസ് ഓക്സൈഡ്. Fe2+O2-. ഓക്കെ, അപ്പൊ ഈ ഫെറസ് ഓക്സൈഡില് മോളിക്കുലാർ ഫോർമുല പറയുന്നത് ഫെറസ് ഓക്സൈഡിന്റെ ക്രിസ്റ്റലില് ഓരോ Fe2+ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ O2- വേണം.
എന്നാണ്. പക്ഷെ ക്രിസ്റ്റൽ ആക്ച്വലി ഇതിന്റെ റേഷ്യോ എങ്ങനെയാണ് അറിയാവുക? 0.9502 മൈനസ് എന്നാണ്. ഐ മീൻ 0.950 എന്നാണ്. അതായത് 100 O2 മൈനസ് എടുക്കുമ്പോൾ 95 Fe2 പ്ലസ് ഉള്ളൂ. അത് ചിലപ്പോൾ 0.93 to 0.98 വരെ വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ 1:1 റേഷ്യോയിൽ കാണുന്നില്ല. ഓക്കെ, ഇത് 0.93 to 0.98 വരെ വരാം, ഒന്നില്ല. അപ്പൊ ആക്ച്വലി FeO എന്ന് പറയുന്നത് എന്താണ്? അതൊരു നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. ഇത് പറയാൻ എന്താണ് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ്? ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ നോട്ട് എക്സാക്ട്ലി ഇൻ ദി റേഷ്യോ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി മോളിക്കുലർ ഫോർമുല. അതാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട്സ്. ഓക്കെ അല്ലേ? ഇനി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മോളിക്കുലർ ഫോർമുല ഇങ്ങനെ ആയിരുന്നിട്ട് പോലും ക്രിസ്റ്റൽ ലെങ്ത് ആ പറഞ്ഞ റേഷ്യോയിൽ ഇല്ല. പാർട്ടിക്കിൾസ് എന്തുകൊണ്ട് ആ റേഷ്യോയിൽ ഇല്ല? കാരണം ആ ക്രിസ്റ്റലിൽ FeO, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് FeO അല്ലെങ്കിൽ AB എന്ന ക്രിസ്റ്റലിൽ സംഭവിച്ച ചില ഡിഫക്റ്റുകളാണ് നോൺ സ്റ്റോക്കിയോമെട്രിക്ക് കാരണം. ഓക്കെ, ആ ഡിഫക്റ്റുകളെ പറയുന്ന പേരാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. ഇങ്ങനെ ഒരു നോൺ സ്റ്റോക്കിയോമെട്രി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഡിഫക്റ്റുകളാണ് എന്ത്? നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പൊ നിങ്ങൾ ആ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റും നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റും നല്ല വൃത്തിക്ക് പഠിക്കണം. ഒരു കോമ്പൗണ്ട് സ്റ്റോക്കിയോമെട്രിക് ആണ്, അതിലൊരു ഡിഫക്റ്റ് സംഭവിക്കുന്നു, അതിന്റെ ഫലമായിട്ട് കോമ്പൗണ്ടിന്റെ സ്റ്റോക്കിയോമെട്രിക്ക് യാതൊരു ഭംഗവും വരുന്നില്ല, അതിന് യാതൊരു എന്താ പറയാ കുഴപ്പവും വരുന്നില്ല. ഡിഫക്റ്റിന് മുമ്പും ഡിഫക്റ്റിന് ശേഷവും അത് സ്റ്റോക്കിയോമെട്രിക് തന്നെയാണ് എങ്കിൽ അവിടെ സംഭവിച്ച ആ ഡിഫക്റ്റിന്റെ പേരാണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അതേസമയം ഒരു കോമ്പൗണ്ട് സ്റ്റോക്കിയോമെട്രിക് ആണ്, അതിൽ എന്തോ ഒരു ഡിഫക്റ്റ് സംഭവിച്ചു, അത് സംഭവിച്ചതിന്റെ ഫലമായിട്ട് കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് ആയി എങ്കിൽ ആ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആവാൻ കാരണമായത് ഏത് ഡിഫക്റ്റ് ആണോ ആ ഡിഫക്റ്റിന്റെ പേരാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. ഒറിജിനലി FeO ഒരു സ്റ്റോക്കിയോമെട്രിക് ആയിരുന്നു, അതിലെന്തോ ഒരു ഡിഫക്റ്റ് സംഭവിച്ചപ്പോഴാണ് അത് ഇങ്ങനെ ആയത്. അപ്പൊ എന്ത് ഡിഫക്റ്റ് ആണോ, എന്ത് കാരണം കൊണ്ടാണോ ഈ നോൺ സ്റ്റോക്കിയോമെട്രി ഉണ്ടായത്, ആ ഡിഫക്റ്റുകളെ പറയുന്ന പേരാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി, the compounds in which the number of particles are not exactly in the ratio as indicated by the molecular formula are called non-stoichiometric compounds. The defects which causes the non-stoichiometry of the compound are called non-stoichiometric defects. Okay, അപ്പോ ഇത് പ്രധാനമായിട്ടും കോമ്പൗണ്ടിൽ നോൺ സ്റ്റോക്കിയോമെട്രി സംഭവിക്കാൻ വേണ്ടിയിട്ട്, നോൺ സ്റ്റോക്കിയോമെട്രി ആവാൻ വേണ്ടിയിട്ട് കാരണമായ ഡിഫക്റ്റുകൾ പ്രധാനമായിട്ട് രണ്ടാണ്. രണ്ട് കാരണങ്ങളാലാണ് നോൺ സ്റ്റോക്കിയോമെട്രി സംഭവിക്കുക. ഒന്ന് കേൾക്കണേ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നാണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഓക്കെ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. രണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഓക്കെ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇതാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് സംഭവിക്കാനുള്ള രണ്ട് കാരണങ്ങൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് ആണ്. ഇത് രണ്ട് എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എങ്കിൽ അതിന്റെ ബാക്കി പറഞ്ഞൊരു കാര്യമുള്ളൂ. ഓക്കെ, സപ്പോസ് നമ്മുടെ കോമ്പൗണ്ട് AB ആണെന്ന് വിചാരിക്കാം. ഏത് നമ്മുടെ കോമ്പൗണ്ട് AB അയോണിക് ക്രിസ്റ്റൽ A+B-. ഇത് കാറ്റയോണാണ്, ഇത് കാറ്റയോൺ അതായത് മെറ്റൽ അയോൺ, ഇത് ആനയോൺ നോൺ മെറ്റൽ അയോൺ. ഓക്കെ, അപ്പൊ നോൺ സ്റ്റോക്കിയോമെട്രി സംഭവിക്കാനുള്ള ഒരു കാരണം A+ന്റെ എണ്ണം, നമ്പർ ഓഫ് A+ എന്ന് പറയുന്നത് A+ന്റെ എണ്ണം B-ന്റെ എണ്ണത്തിനേക്കാൾ കൂടുന്നു. A+ന്റെ എണ്ണം B-നേക്കാൾ കൂടുന്നു. ആക്ച്വലി ഈ രണ്ടെണ്ണത്തിന്റെ എണ്ണം സെയിം ആണോന്നല്ല ഈ മോളിക്കുലാർ ഫോർമുല പറയുന്നത്. മോളിക്കുലാർ ഫോർമുല പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് A+
എണ്ണം കൂടുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ബി മൈനസിന്റെ എണ്ണം കുറയും. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പേരാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഓക്കെ, ഓർമ്മിക്കുക. അപ്പൊ എന്താണ് നമ്പർ ഓഫ് കാറ്റയോൺ അതായത് മെറ്റൽ അയോൺ is greater than number of anion. Okay, അതായത് നോൺ മെറ്റൽ അയോൺ. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. എന്നറിയാവോ, കാറ്റയോണിന്റെ എണ്ണം കുറയും, എ പ്ലസിന്റെ എണ്ണം കുറയും, അതേസമയം ആനിയോണിന്റെ എണ്ണം കൂടും. 1:1 റേഷ്യോന് വേണ്ടതിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ എണ്ണം കൂടുന്നു, ഇതിന്റെ എണ്ണം കറസ്പോണ്ടിങ് കുറയുന്നു. ഇവിടെയോ കാറ്റയോണിന്റെ എണ്ണം കുറയുന്നു, ആനിയോണിന്റെ എണ്ണം കൂടുന്നു. ഇങ്ങനെ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് ആവും. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കാം, അത് എങ്ങനെ സംഭവിക്കാം? ഓക്കെ, ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം, അത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നോൺ സ്റ്റോക്കിയോമെട്രി സംഭവിക്കാനുള്ള രണ്ട് കാരണങ്ങൾ മെറ്റൽ എക്സസ്, മെറ്റൽ ഡെഫിഷ്യൻസി. ഇത് മെറ്റൽ എക്സസ് ആവാനുള്ള കാരണം, അതായത് കാറ്റയോണിന്റെ എണ്ണം കൂടാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ശ്രദ്ധിക്കണേ, മെറ്റലിന്റെ എണ്ണം കൂടാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, ബൈ anion vacancies. എന്ന് പറഞ്ഞാൽ നേരെ ശ്രദ്ധിച്ചോ, നമ്മുടെ എ പ്ലസ് ബി മൈനസ് ഒറിജിനൽ ആയിട്ടുള്ളത് ഇങ്ങനെയാണ്. എ പ്ലസ് ബി മൈനസ് എ ബി എന്നുള്ള ക്രിസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ക്രിസ്റ്റൽ നോക്കോ മക്കളെ, നേരെ നോക്കണം. ഇതാണ് ഒറിജിനലി ആ ക്രിസ്റ്റൽ ഉണ്ടായത്. ഇങ്ങനെയാണ്. A plus B minus A plus B minus B minus A plus B minus A plus B minus A plus B minus A plus. ഇതാണ് എന്താണ് ഇവിടെ A പ്ലസിന്റെയും B മൈനസിന്റെയും എണ്ണം ഈക്വൽ ആണ്. നൗ ദി കോമ്പൗണ്ട് ഈസ് സ്റ്റോക്കിയോമെട്രിക്. അവിടെ എന്തോ ഒരു ഡിഫക്റ്റ് സംഭവിക്കാൻ പോവാണ്. എന്തെന്നറിയാവോ, ആനിയോണുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആനിയോണുകൾ മിസ്സാകുന്നു. ഒരു ആനിയോൺ ഞാൻ എക്സാമ്പിൾ പറയും. ബി മൈനസ് ഇരിക്കുന്ന ഈ ലാറ്റിസ് സൈറ്റിൽ നിന്നും ബി മൈനസ് മിസ്സാകുന്നു. അത് എവിടെയെങ്കിലും പോയി ഇരിക്കുന്നൊന്നുമില്ല, അത് മിസ്സായി, അതില്ല. ബി മൈനസ് കുറഞ്ഞു, ബി മൈനസിന്റെ എമൗണ്ട് കുറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇപ്പൊ നേരത്തെ എത്രയാണ് റേഷ്യോ? 1, 2, 3, 4, 5, 6. 6:6 എന്നുള്ള റേഷ്യോയിലാണ് ഉണ്ടായത്, അല്ലെ? 6:6 എന്നുള്ള റേഷ്യോയിലാണ് നേരത്തെ ഉണ്ടായത്. ഇപ്പോൾ ഒരു ഡിഫക്റ്റ് സംഭവിച്ചതിന്റെ ഫലമായിട്ട് അത് 6:5 അതായത് മെറ്റലിന്റെ എണ്ണം കൂടി. ഇപ്പോൾ എന്താണ് 1:1 റേഷ്യോയിലല്ല, കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് ആയി. ഓക്കെ, അപ്പൊ നോൺ സ്റ്റോക്കിയോമെട്രി ആവാൻ കാരണം എന്താണ്? There is a creation of an anion vacancy in the crystal. അവിടെ ലാറ്റിസ് സൈറ്റിലുള്ള ഒരു ആനിയോൺ അവിടെ നിന്ന് മിസ്സാകുന്നു. എങ്ങനെ മിസ്സായെന്ന് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. മാത്രമല്ല ഇതിന്റെ സംഗതി എന്ന് അറിയാവോ, അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ കോമ്പൗണ്ട് ന്യൂട്രൽ ആവുക ഇല്ല. ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടില്ലേ, ഒരു നെഗറ്റീവ് ചാർജ് കുറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് ഒരു പോസിറ്റീവ് ചാർജ് കൂടിയില്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? കോമ്പൗണ്ട് ന്യൂട്രൽ അല്ലാതെ വരും, ക്രിസ്റ്റലിന്റെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് ഒരാൾ വന്ന് തിരിക്കും. അയാളാണ് ആ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഒക്യുപ്പൈ ചെയ്യും. അവിടെ ഇലക്ട്രോൺ വന്നിട്ട് ഒക്യുപ്പൈ ചെയ്യും. അപ്പൊ എന്താ സംഭവിച്ചത്? certain anions are missing from the crystal. In order to maintain the electrical neutrality, that missing sites are occupied by the negatively charged electrons. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആനിയോൺ വാക്കൻസി വന്നതുകൊണ്ട് ആനിയോണിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റോക്കിയോമെട്രി നഷ്ടപ്പെട്ടു. ഇതാണ്
മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ബൈ ആനിയോൺ വേക്കൻസി. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കുഞ്ഞൊക്കെ ഡൗട്ട് വരും. ഒരു ക്രിസ്റ്റൽ സ്റ്റോക്കിയോമെട്രിക് ആയിരുന്നു, അതെങ്ങനെ താനെ അല്ലെങ്കിൽ തനിയെ ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ നിന്ന് നഷ്ടമാവുമോ? ആ നഷ്ടമായിടത്തേക്ക് ഇലക്ട്രോൺ എവിടെ നിന്ന് വന്നു? ഇലക്ട്രോൺ എവിടെ നിന്ന് പൊട്ടിമുളിച്ചിട്ട് വന്നു? അതെല്ലാം ഒരു ഡൗട്ടല്ലേ, ഒരു സംശയമല്ലേ? അപ്പൊ ഞാനിതിന് എക്സാമ്പിൾ പറയാം. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ എക്സാമ്പിൾ പറയാം. സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ NaCl, സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ. ആ സോഡിയം ക്ലോറൈഡിന്റെ സാധാരണ രീതിയിൽ സോഡിയം ക്ലോറൈഡ് എന്താണ്? അത് സ്റ്റോക്കിയോമെട്രിക് ആണ്. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, Na+Cl-, Na+Cl-. ആ A+ ഉള്ളിടത്തെല്ലാം Na+ എന്ന് വിചാരിക്കുക, B- ഉള്ളിടത്തെല്ലാം Cl-. അങ്ങനെ ഒരു Cl- ആണ് ഇത്. സോ ഒറിജിനലി എന്താ പറയുക, സ്റ്റോക്കിയോമെട്രിക് ആയിട്ടുള്ള NaCl നിങ്ങളുടെ കയ്യിലുണ്ട്. ആ NaCl-ന് ഫോർ എക്സാമ്പിൾ ഇതാണ് NaCl, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിലേക്ക് ഞാൻ സോഡിയം വേപ്പർ ആഡ് ചെയ്തു. ഇപ്പോൾ സോഡിയം വേപ്പറിന്റെ അറ്റ്മോസ്ഫിയറിലാണ് ആരുള്ളത്? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഉള്ളത്. ഓക്കെ, ഞാൻ ഇതിനെ ചൂടാക്കുന്നു, നല്ലോണം ചൂടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഇതിന്റെ ഉള്ളിലുള്ള സോഡിയം വേപ്പർ, അതായത് സോഡിയം ആറ്റങ്ങൾ, കേൾക്കണേ, അത് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന്റെ സർഫസിൽ പറ്റി പിടിക്കും. സോഡിയം ആറ്റങ്ങൾ ഇതിന്റെ സർഫസിൽ പറ്റി പിടിക്കും. എപ്പോഴും സോഡിയം വേപ്പറിന്റെ അറ്റ്മോസ്ഫിയറിൽ സോഡിയം ക്ലോറൈഡ് എന്നുള്ള സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സോഡിയം ക്ലോറൈഡിന്റെ സർഫസിൽ സോഡിയം ആറ്റങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ആ സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു Cl- ആ സർഫസിലേക്ക്, ക്രിസ്റ്റലിന്റെ സർഫസിലായിട്ടുള്ളത് Na+ ഉള്ളത്, സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ആര്? Cl-. ആരുമായിട്ട് കമ്പൈൻ ചെയ്യാം? സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്യാം. സോ Cl- ലാറ്റ് സൈറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്യാണ്ട് സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ സോഡിയവുമായിട്ട് കമ്പൈൻ ചെയ്യാണ്ട് Cl- പോയി. പക്ഷെ Cl- കമ്പൈൻ ചെയ്യാൻ സോഡിയത്തിന് പറ്റൂല. സോഡിയം Na+ന് മാത്രമേ Cl- കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താക്കും? ഈ സോഡിയം ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യും. അങ്ങനെ Na+ ആണ്. ആ Na+ഉം Cl- കമ്പൈൻ ചെയ്തിട്ട് NaCl ആണ്. ഓക്കെ, കേൾക്കുന്നുണ്ടാ? അപ്പൊ എന്താണെന്ന് അറിയാവുക, ഈ റിലീസായ ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് ഡിഫ്യൂസ് ചെയ്തിട്ട് ഈ വാക്കൻസിയിലോട്ട് കയറ്റും. അങ്ങനെ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഈ സൈറ്റിന്റെ പേരാണ് F സെന്റർ. അങ്ങനെ വിളിക്കാനുള്ള കാരണം പേര് പറയാം. ഇങ്ങനെ സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ചൂടാക്കിയാൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന് മഞ്ഞ കളർ വരും. ചൂടാക്കുന്നതിന് മുമ്പ് അത് വൈറ്റാണ്. ചൂടാക്കി കഴിഞ്ഞ ശേഷം, അതായത് ഡിഫക്റ്റ് സംഭവിച്ചതിന് ശേഷം അതിന്റെ കളർ മഞ്ഞയാണ്. ഡിഫക്റ്റ് സംഭവിച്ച സോഡിയം ക്ലോറൈഡിന് മഞ്ഞ കളറാണ്. ആ കളർ കൊടുത്തത് ഇയാളാണ്, ഈ ഇലക്ട്രോണാണ്. F എന്ന് പറഞ്ഞാൽ ജർമ്മൻ വേർഡാണ്, ഫാർബ്. ഇതിന്റെ മീനിങ് കളർ എന്നാണ്. അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോ കളർ കൊടുക്കുന്ന സെന്ററുകളുടെ പേരാണ്, അതായത് ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ആ സൈറ്റുകളാണ് F സെന്ററുകൾ. അതെങ്ങനെ കളർ കൊടുക്കുന്നു? ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നതെങ്കിൽ വിസിബിൾ റീജിയനിൽ നിന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഇതിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിനെ ഈ ഇലക്ട്രോണുകൾ അബ്സോർബ് ചെയ്യും. അതാണ് ഇതിന്റെ കളറിന് കാരണം. ഈ ഇലക്ട്രോണുകൾ ലൈറ്റിനെ വിസിബിൾ റീജിയനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് കാരണം. ഓക്കെ അല്ലേ? അപ്പൊ ഡിഫക്റ്റ് സംഭവിക്കാത്ത സോഡിയം ക്ലോറൈഡിന് എന്താണ് കളർ? ഡിഫക്റ്റ് സംഭവിക്കാത്ത സോഡിയം ക്ലോറൈഡിന് വെള്ള കളറാണ്. ഡിഫക്റ്റ് സംഭവിച്ച സോഡിയം ക്ലോറൈഡിന് എന്താ കളറ്? മഞ്ഞ കളറാണ്. അങ്ങനെ കളർ വരാനുള്ള കാരണം എന്താണ്? അതിതാണ് F സെന്ററിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഇതേപോലെ ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പറിന്റെ അറ്റ്മോസ്ഫിയറിൽ ചൂടാക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതേപോലെ ലിഥിയം ക്ലോറൈഡ് LiCl-നെ നിങ്ങൾ ലിഥിയം വേപ്പറിന്റെ പ്രസൻസിൽ ചൂടാക്കിയാൽ അതിന് ഒരു പിങ്ക് കളർ കിട്ടും. പിങ്ക് കളർ. അപ്പൊ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? എന്താണ്? ഈ സൈറ്റിൽ നിന്ന് Cl- മുകളിലോട്ട് പോകുന്നു, അവിടേക്ക് ഇലക്ട്രോൺ വരുന്നു. ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? വിസിബിൾ റീജിയനിൽ നിന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഏതാണ്? പിങ്ക് റീജിയൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. അതേസമയം
പൊട്ടാസ്യം ക്ലോറൈഡ് KCl നിങ്ങൾ പൊട്ടാസ്യം വേപ്പറിന്റെ പ്രോസസ്സിൽ ചൂടാക്കി കഴിഞ്ഞാൽ വയലറ്റ് കളർ കിട്ടും. All these are due to the formation of F center. Actually, the F center, formation of F center is actually a non-stoichiometric defect. Okay. അപ്പോൾ നന്നായിട്ട് നോക്കി ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി അപ്പോ മെറ്റൽ എക്സസ് ആവാനുള്ള ഒരു കാരണം കാറ്റോൺ, അതായത് കാറ്റോണിന്റെ എണ്ണം കൂടാനുള്ള ഒരു കാരണം ആനിയോൺ വേക്കൻസി. അടുത്തത് രണ്ടാമത്തെ കാരണം presence of extra cation. ഇവിടെ ആനോണിന്റെ എണ്ണം കുറയുന്നു, കാറ്റോണിന്റെ എണ്ണത്തിന് മാറ്റം വന്നിട്ട. ഇവിടെ കാറ്റോണിന്റെ എണ്ണത്തിന് മാറ്റം വന്നിട്ട് ആനോട് കുറഞ്ഞു. ഇനെന്താ അറിയാവുക? ആനോണിന്റെ എണ്ണത്തിന് മാറ്റമൊന്നും വരുന്നില്ല, കാറ്റോണിന്റെ എണ്ണം കൂടും. ആനോണിന്റെ എണ്ണത്തിന് മാറ്റമൊന്നും വരുന്നില്ല. രണ്ട് രീതി നോക്കിടാ മക്കളെ. ഇവിടെ ആനോട് കുറയുന്നു, ആദ്യത്തിൽ ആനോട് കുറഞ്ഞു, കാറ്റോണിന്റെ എണ്ണത്തിന് മാറ്റം വന്നില്ല. ഇവിടെയോ കാറ്റോണിന്റെ എണ്ണം കൂടുന്നു, ആനോണിന്റെ എണ്ണത്തിന് മാറ്റം വരുന്നില്ല. എക്സാമ്പിൾ എന്താ സംഭവിക്കുന്നു? എക്സാമ്പിൾ പറഞ്ഞുമ്പോ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇതാണ് ക്രിസ്റ്റലിന് വിചാരിക്കുക. ഏത്? ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പുള്ള ക്രിസ്റ്റൽ. ഓക്കെ, ആ ക്രിസ്റ്റലിൽ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ് A plus B minus A plus B minus A ഇപ്പൊ അത് സ്റ്റോക്കിയോമെട്രിക് അല്ലേ? 6:6 റേഷ്യോയിൽ തന്നെയല്ലേ കുഞ്ഞുമക്കളെ ഉള്ളത് അല്ലേ? അല്ലല്ലോ, 1 2 3 4 5 ആണോ? 6:6 റേഷ്യോ, which means 1:1 റേഷ്യോ ആണ്. എന്ത് സംഭവിച്ചിട്ടില്ല? ഒരു ഡിഫക്റ്റും സംഭവിച്ചിട്ടില്ല. ഇനി അവിടെ ഡിഫക്റ്റ് വരാൻ പോവാണ്. ഏത് ഡിഫക്റ്റ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അതുവഴി നോൺ സ്റ്റോക്കിയോമെട്രിക് ആവാൻ പോവാണ്. എങ്ങനെയാണ് അറിയാവുക? An additional cation A plus is occupied in an interstitial site. ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ, അതായത് ഒരു വോയിഡിൽ കാറ്റിയോൺ അധികമായിട്ട് വരുന്നു. കാറ്റിയോണിന്റെ എണ്ണം അതുവഴി കൂടുന്നു. എവിടെ നിന്ന് വന്നു എന്നുള്ള എക്സാമ്പിൾ പറയുമ്പോൾ പറയാം നമ്മൾ. ഓക്കെ, സാധാരണ A പ്ലസ് B മൈനസിന്റെ എണ്ണം ഈ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഒരേപോലെയായിരുന്നു. ഡിഫക്റ്റ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? A പ്ലസിന്റെ എണ്ണം കൂടുന്നു. അത് എവിടെ പോയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നത്? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ക്രിസ്റ്റലിന്റെ ന്യൂട്രാലിറ്റി ചേഞ്ച് ചെയ്യേ. അപ്പോൾ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവുക? ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്യുപ്പൈഡ് ഇൻ അഡ്ജസന്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. തൊട്ടടുത്തുള്ള വോയിഡിൽ അഡീഷണൽ ആയിട്ട് ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യും. ഇപ്പൊ എന്ത് സംഭവിച്ചു? 6:6 എന്നുള്ള റേഷ്യോയിൽ ഉണ്ടായത് ഇപ്പൊ എന്തായി? 7:6 എന്നുള്ള റേഷ്യോ ആയി. എന്തല്ല? സ്റ്റോക്കിയോമെട്രിക് അല്ല, ഇപ്പൊ കോമ്പൗണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ടിന് സ്റ്റോക്കിയോമെട്രിക് നഷ്ടമാവാനുള്ള കാരണം എന്താണ്? എക്സസ് കാറ്റോൺ വന്നതാണ്. അതുവഴി എന്തായി? മെറ്റൽ എക്സസ് ആയി. അതുവഴി എന്തായി? കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് ആയി. അപ്പൊ ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന സംശയം, എവിടെ നിന്ന് ഈ A പ്ലസ് വന്നു, എവിടെ നിന്ന് ഇലക്ട്രോൺ വന്നു? അവിടെ വന്ന സംശയം നിങ്ങൾ ക്ലിയർ ആക്കിയല്ലോ. ഓക്കെ, അപ്പൊ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. സിങ്ക് ഓക്സൈഡിന്റെ ക്രിസ്റ്റൽ ഇതാ. നേരത്തെ ഞാൻ ഇത് വരക്കുന്നതിന് മുമ്പുണ്ട്. ഇതാണ് സിങ്ക് ഓക്സൈഡിന്റെ ക്രിസ്റ്റൽ. എങ്ങനെ പറയാം? സിങ്ക് 2 പ്ലസ് O2 മൈനസ്, സിങ്ക് 2 പ്ലസ് O2 മൈനസ്, സിങ്ക് 2 പ്ലസ് O2 മൈനസ്, അങ്ങനെയാണ് ക്രിസ്റ്റൽ ഉള്ളത്. അതിനെ നിങ്ങൾ അപ്പൊ ഇതിന്റെ കളർ സ്റ്റോക്കിയോമെട്രിക് ആയിരിക്കുമ്പോൾ, ഈ സിങ്ക് ഓക്സൈഡിലെ ഡിഫക്റ്റ് സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് സ്റ്റോക്കിയോമെട്രിക് ആയിരിക്കുമ്പോൾ അതിന്റെ കളർ വൈറ്റ് ആണ്. സിങ്ക് ഓക്സൈഡ് വൈറ്റ് ആണ്. സ്റ്റോക്കിയോമെട്രിക്
ഒരു അപാകത, അതായത് കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് ആയിട്ട് മാറുമ്പോൾ അത് മഞ്ഞയായിട്ട് മാറും. എന്തുകൊണ്ടാണ് മഞ്ഞ കളർ കിട്ടിയെന്ന് കൂടി പറയണം. എങ്ങനെ അറിയാവോ? ഈ ക്രിസ്റ്റലിനെ നിങ്ങൾ ചൂടാക്കുമ്പോൾ, അതായത് സിങ്ക് ഓക്സൈഡിന്റെ ക്രിസ്റ്റലിനെ നിങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? കുറച്ച് സിങ്ക് ഓക്സൈഡ് ഡികമ്പോസ് ചെയ്യും. എന്നിട്ട് സിങ്ക് 2+ നേരെ കേൾക്കണേ, കുറച്ച് സിങ്ക് 2+ ഇത് തന്നെയാണ് സിങ്ക് 2+ O2-, സിങ്ക് 2+ O2-. വിചാരിക്കും. അപ്പൊ ചൂടാക്കിക്കാൻ എന്താണെന്ന് അറിയാവോ? ഒരു സിങ്ക് ഓക്സൈഡ് ഡികമ്പോസ് ചെയ്ത് കേൾക്കും. ഒരു സിങ്ക് ഓക്സൈഡ് ഡികമ്പോസ് ചെയ്യും. അങ്ങനെ സിങ്ക് 2+ O2- ഉണ്ടായി. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഈ രണ്ട് അയോണുകൾ പുറത്തു പോയി. സിങ്ക് 2+ O2- പുറത്തു പോയി ആണല്ലോ. സിങ്ക് 2+ O2- പുറത്തു പോയി. അങ്ങനെയാണെങ്കിൽ എന്തായി? 5:5 എന്നുള്ള റേഷ്യോയിലാവുക. സ്റ്റോക്കിയോമെട്രിക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ? ഇല്ല. പക്ഷെ എന്താണെന്ന് അറിയാവോ? ഈ O2- ഹാഫ് O2+ ഇലക്ട്രോൺ ആയിട്ട് മാറും. 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇത് എസ്കേപ്പ് ചെയ്യും. ഇത് ഗ്യാസാണ്. ഇത് എസ്കേപ്പ് ചെയ്യും. ഈ ബാക്കി രണ്ടുപേരുണ്ടല്ലോ, നേരെ കേൾക്കണേ. ഈ രണ്ടുപേര് പുറത്തു പോയി ബാക്കി 5:5 റേഷ്യോയിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിൽ ഓക്സിജൻ മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. ഈ ബാക്കി രണ്ടുപേരുണ്ടല്ലോ, സിങ്ക് 2+, ആ രണ്ടുപേര് ക്രിസ്റ്റലിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അതായത് ഈ സിങ്ക് 2+ ഇതിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യും. അതായത് ഇതിൽ ഒരാൾ മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച സിങ്ക് 2+ O2- പുറത്തു പോയതാണ്. പക്ഷെ സിങ്ക് 2+ അതിന്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഇവിടെയല്ല. പിന്നെയോ ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് തൊട്ടടുത്ത സൈറ്റിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഓക്കെ. അപ്പൊ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു. പക്ഷെ എന്തായി? സിങ്ക് 2+ എണ്ണം എന്തായി? അത് കൂടി. അപ്പൊ 6:5 ആയി. ഓക്കെ ആണോ? അതായത് കാറ്റോണിന്റെ എണ്ണം കൂടി. സംശയമുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് എന്താ പറയാ, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, രണ്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഇതിൽ ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺ പിന്നെ വിസിബിൾ റീജിയനിൽ നിന്നും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ മഞ്ഞ കളർ കിട്ടുന്നത്. ഓക്കെ. അപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ടോ. നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. വളരെ സിമ്പിൾ ആണ്, ഈസിയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമില്ല, സിമ്പിളാണ്. പറയട്ടെ. അപ്പൊ ഇവിടെ കാറ്റിയോന്റെ എണ്ണം കൂടുതലാണ്, ഇവിടെ കാറ്റിയോന്റെ എണ്ണം കുറവാണ്. അപ്പൊ നമ്മൾ ഇത് പറയേണ്ടത് എങ്ങനെയൊക്കെ കാറ്റിയോന്റെ എണ്ണം കുറയാം? രണ്ട് കാരണങ്ങൾ കൊണ്ട് കുറയാം. ഒന്ന് ബൈ, ഇവിടെ എങ്ങനെയാണ്? ബൈ ആനോൺ വേക്കൻസി അല്ലേ? ഇവിടെ ബൈ കാറ്റിയോൺ വേക്കൻസി. ബൈ കാറ്റയോൺ വേക്കൻസീസ്. അല്ലെങ്കിൽ ബി by the presence of extra anion. Presence of extra anion. അപ്പൊ നമുക്ക് തുടങ്ങാം. അതായത് ഇവിടെ കാറ്റിയോന്റെ എണ്ണം A+B-, കാറ്റിയോന്റെ എണ്ണം കുറയുന്നു. അതിലൊന്നാമത്തെ കാരണം കാറ്റിയോന്റെ വാക്കൻസി ഉണ്ടാവുന്നു. ആനയുടെ എണ്ണത്തിൽ മാറ്റം വരുന്നതല്ല, കാറ്റിയോന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നു. എന്ത് മാറ്റം വരുന്നു? കുറയുന്നു. അതുവഴി ആനയോട് കൂടി എന്ന് പറയും. ഓക്കെ. അത് നമുക്കൊരു ചിത്രം വരച്ച് കാണിക്കാം. ഇതുപോലെ ഇതാ സ്റ്റോക്കിയോമെട്രിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. ചെറുതായിട്ട് കാണിക്കാം, കുറെ വലുത് വേണം, നമുക്ക് ചെറുതായിട്ട് കാണിക്കാം. A+B-, A+B-, എന്തിനറിയാവോ? കാറ്റിയോന്റെ വാക്കൻസി ഉണ്ടാകുന്നു. അതായത് A+ അവിടുന്ന് ലാറ്റിസ് സൈറ്റിൽ നിന്ന് കാറ്റിയോൺ മിസ്സാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ന്യൂട്രാലിറ്റി പ്രശ്നം വരൂലേ?
ഏതാ കൂടിയത്? നെഗറ്റീവ് കൂടി. നേരത്തെ പോസിറ്റീവ് കൂടിയപ്പോൾ, പോസിറ്റീവിന്റെ എണ്ണം കൂടിയപ്പോൾ ആ നെഗറ്റീവ് ചാർജ് മിസ്സായ സ്ഥലത്ത് വന്നിട്ട് ഇലക്ട്രോൺ ഓക്യുപൈ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ കുറഞ്ഞത്? പോസിറ്റീവ് ചാർജ് കുറഞ്ഞു. അപ്പോൾ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് വരണം. അത് അവിടെയുള്ള പോലെ ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജിലെ ഇലക്ട്രോൺ വന്നിട്ടല്ല. പിന്നെ എങ്ങനെയാണ് അറിയാവുക? ഈ സൈറ്റ് വേക്കൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റയോൺ, അതായത് ഈ സാധനം ഉണ്ടല്ലോ എ പ്ലസ്, അത് 2+ ആയിട്ട് മാറും. കാറ്റയോൺ മിസ്സാകുന്നു. അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റയോൺ അഡീഷണൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യും. അങ്ങനെ ഇലക്ട്രോണിക് ഇംബാലൻസ്, അതായത് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? B- എണ്ണം കൂടി, A+ എണ്ണം കുറവായി. അപ്പൊ കോമ്പൗണ്ട് നോൺ സ്റ്റോക്കിയോമെട്രിക് ആയി. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഞാൻ നേരത്തെ നോൺ സ്റ്റോക്കിയോമെട്രിക് കോമ്പൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടില്ല. FeO, FeS, ഇതിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. എങ്ങനെയാണെന്ന് അറിയാവോ? FeO എന്ന് പറഞ്ഞാൽ Fe2+O2-, Fe2+O2-, ഇങ്ങനെയാണുള്ളത്. O2-, Fe2+O2-, ഇങ്ങനെയുള്ള ക്രിസ്റ്റലായിട്ടാണുള്ളത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് അറിയാവുക? ഓരോ 3 Fe2+ നിന്നും ഒരു Fe2+ മിസ്സാവും. ഒരു Fe2+ ക്രിസ്റ്റലിൽ നിന്ന് മിസ്സാവും. ഓക്കെ, അങ്ങനെ മിസ്സാകുമ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 Fe2+കള് അഡീഷണൽ ആയിട്ട് പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യും, Fe3+ ആയിട്ട് മാറും. അതായത് FeO അതേപോലെ FeS, FeO, FeS രണ്ടെണ്ണത്തിൽ കേൾക്കുന്നുണ്ടാ? FeO, FeS രണ്ടിലും Fe2+ മാത്രമല്ല, ക്രിസ്റ്റൽ Fe3+ ഉണ്ട്, രണ്ടും ഉണ്ട്. ആ ക്രിസ്റ്റലിൽ Fe2, നമ്മളിങ്ങനെ എഴുതുമ്പോൾ FeO എന്ന് പറയുമ്പോൾ Fe2+O2- എന്നല്ല വിചാരിക്കുന്നത്. പക്ഷെ ക്രിസ്റ്റൽ ആക്ച്വലി Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. ഓക്കെ, ഇതിലുണ്ടല്ലോ FeO-ലും FeS-ലും, FeS ആണെങ്കിൽ ഇത് S2- ആണ്. കേൾക്കണേ, S2- ആണ്. FeS-ന് ഒരു പ്രത്യേകത എന്ന് അറിയാവോ? ഈ 2+, 3+ അയോണുകൾ ഉണ്ടല്ലോ, Fe2+, Fe3+, അത് ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഇത് Fe3+ ആവും, ഇത് Fe2+ ആവും, ഇത് Fe3+ ആവും, ഇത് Fe2+ ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്യും. ഇലക്ട്രോണിന്റെ എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ ചാർജിന്റെ എന്താ സംഭവിക്കുന്നത്? ചാർജിന്റെ എക്സ്ചേഞ്ച്. That means there is an acceleration of charge. Acceleration of charge will produce electromagnetic wave. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മഞ്ഞ വേവ് ആണ്. അതുകൊണ്ട് FeS-നെ നമ്മൾ മഞ്ഞ കളറിൽ കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, മൈൻഡ് ചെയ്തെടുക്കുമ്പോൾ മഞ്ഞ കളറിൽ കാണുന്ന FeS-നെ ഗോൾഡ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് FeS-ന് പറഞ്ഞ പേരാണ് ഫൂൾസ് ഗോൾഡ്. മനസ്സിലായ? ഇനി അടുത്തത് പ്രസൻസ് ഓഫ് എക്സ്ട്രാ ആനിയോൺ. അതായത് A+, B-, A+, B-, A+, ഇങ്ങനെ. ഇതില് അഡീഷണൽ ആയിട്ടൊരു ആനിയോണ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരും. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കാറ്റയോൺ അഡീഷണൽ ആയിട്ടൊരു ചാർജ് ക്യാരി ചെയ്യും, A+, A2+ ആണ്. പക്ഷെ ഇങ്ങനൊരു ഡിഫക്റ്റ് അവിടെ കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള ഡിഫക്റ്റ് ഉള്ള ഒരു ക്രിസ്റ്റൽ കണ്ടെത്തിയിട്ടില്ല. കാരണം ആനിയോന്റെ സൈസ് കൂടുതലല്ലേ, കാറ്റയോന്റെ സൈസിനേക്കാളും ആനിയോന്റെ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൈസ് കൂടിയ ആനിയോൺ ഒരിക്കലും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഡിഫക്റ്റ് കണ്ടെത്തിയിട്ടില്ല. സോ ഇത്രയാണ് നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്.